പെട്ടെന്നാണല്ലേ കാലാവസ്ഥയൊക്കെ മാറുന്നത്. അപ്പോൾ അതാ ചൂടായി തുടങ്ങി. ഈ ചൂടിനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അധികം വേണ്ടി വരിക ഇതുപോലുള്ള ജ്യൂസുകളും വെള്ളങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് ദാഹവും വിശപ്പൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണിത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനത് ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 കപ്പോളം വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് ചൗവരിയാണ് എടുത്തിട്ടുള്ളത്. ചൗവരി ഞാനൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലിയ ചൗവരിയാണ്. നമ്മുടെ ഒരു മുത്ത് പോലെയുള്ള ഒരു വെള്ള കളറിലുള്ള ചൗവരി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ചൗവരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതാവുമ്പോൾ കുറച്ചും കൂടെ ഒരു വലിപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചൗവരി നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരണം, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം കേട്ടോ ചൗവരി. അപ്പോൾ ഇതുപോലെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതൊന്ന് വെള്ളം കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഊറ്റി വെക്കാം ഒരു അരിപ്പയിൽ. ഇനി ഞാനിവിടെ 500 മില്ലിയുടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള ഒരു ചൗവരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൂവമ്പഴമാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പൂവമ്പഴമാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ആപ്പിൾ ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് ആയിട്ട് ഇത് 2 മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ബദാം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു ബദാമിൻ്റെ ഫ്ലേവറിലാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബദാമിൻ്റെ മിൽക്ക് മിക്സ് ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കി മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഞാൻ പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, പെട്ടെന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് കസ്കസ്, നമ്മൾ സാധാരണ വെള്ളത്തിലൊക്കെ എടുക്കുന്ന കസ്കസ് കുതിർത്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ഡ്രിങ്ക് റെഡിയായി. നല്ല ബദാമിൻ്റെ ഫ്ലേവറിലുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. സാഗോയും ഫ്രൂട്ട്സും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ദാഹവും വിശപ്പൊക്കെ മാറും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്